സിസ്റ്റർ ആ ആ ബോഡി വന്നിട്ടുണ്ട്. ആരുടെ ബോഡി? മറ്റേ വിഷം കഴിച്ച് മരിച്ചില്ലേ? ഓ ആ പെൺകുട്ടി. അതിന് എത്ര വയസ്സായിരുന്നു? എന്തോ 10-19 അങ്ങനെ 20 എന്തോ വയസ്സുള്ളൂ. കുറച്ചേരം എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറ. ആരാ കൂടെ ഉള്ളത്? ആളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ അവര് കുറച്ച് വീട്ടുകാര് വേഗം വേഗം എന്ന് പറഞ്ഞ് സീനാക്കുന്നുണ്ട്. വേഗം വേഗം സീനാക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡോക്ടേഴ്സിന് ചെയ്യുന്നു വേണ്ടേ? എന്താ പൊറോട്ട അടിക്കേ? ആളെ കീറി മുറിച്ചുണ്ടാക്കണ്ടേ? വെയിറ്റ് ചെയ്യാൻ പറ. കൂടെ ആരാ ഉള്ളത്? അല്ല, ഡോക്ടേഴ്സ് ഒക്കെ ഭക്ഷണം കഴിക്കുക. അപ്പം അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. അവിടെ വെയിറ്റ് ചെയ്തോ. ആ ജയ സാറിന് കൊടുക്കാം. ഒന്ന് പെട്ടെന്നാവോ? ഞങ്ങൾ വിളിക്കാം അങ്ങോട്ട് പോകണം. എന്താ കേസ്? വിഷം കഴിച്ചതാന്ന് പറയണേ. സംഭവം എന്തൊക്കെയോ ചുറ്റിപ്പറ്റി ഉണ്ട്. ക്ലിയർ ആയിട്ടൊന്നും കേട്ടില്ല. എന്തോ പ്രേമ കേസാ തോന്നുന്നുണ്ട്. ഓ പ്രേമ കേസാണോ? പാവം, അയാൾ ആകെ തകർന്നിരിക്കണല്ലോ. നാശം പിടിച്ചങ്ങനെ കുറേയുള്ള ജന്മങ്ങളുണ്ട്. തന്തനെയും തള്ളനെയും മറന്നുകൊണ്ട് ഇമ്മാതിരി പണി കാണിക്കുന്നവരുടെ. എന്തായാലും അയാളെ ഒന്ന് കെയർ ചെയ്യാൻ പറ അങ്ങേരോട്. എന്നിട്ട് അവളെ നല്ലോണം അങ്ങോട്ട് വേദനിപ്പിച്ചിട്ട് വിട്ടുകൊടുത്താൽ മതി. കുറച്ചുകൂടി ബുദ്ധിമുട്ടട്ടെ, എല്ലാം നല്ലോണം ക്ലീൻ ആക്കട്ടെ. ആ ഡോക്ടേഴ്സിന് ഇപ്പൊ തന്നെ പോയിട്ട് വിളിക്കൊന്നും വേണ്ട. അവര് സമാധാനത്തോടെ ഭക്ഷണം കഴിക്കട്ടെ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം അവരോട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു വെക്കാൻ പറ. ഇത് കഴിയുമ്പോഴത്തേക്കും അവരെ ഭക്ഷണം കഴിക്കൽ കഴിയുമ്പോഴത്തേക്കും സാധനങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കീറി മുറിച്ച് തുടങ്ങാം. വേറെ ഒന്നുമില്ല. കുറച്ച് പഞ്ഞി വേണം, പിന്നെ കുറച്ച് തുണി വേണം, കുറച്ച് മല്ല തുണിയും കാര്യങ്ങളൊക്കെ തോർത്തുമുണ്ടൊക്കെ മേടിച്ചു തരാൻ പറ. അയാളെ കണ്ടിട്ട് തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ട്. ശരിയാ, രാവിലെ തൊട്ട് ഒരേ കരച്ചില്ല. ആകെയുള്ള കുഞ്ഞാണ്. എന്തായാലും കാമുകന് വേണ്ടി ചെയ്തു കൂട്ടിയതല്ലേ. പൈപ്പൊക്കെ നല്ലോണം. ഇന്നലെ രാത്രി എങ്ങാണ്ട് വന്നതാ. രാത്രി വന്നതാണോ? ബോഡി രാത്രി എത്തിയിട്ടുണ്ട്. ഇവരിപ്പോ രാവിലെ വരുന്നേ അറിഞ്ഞിട്ട്. അതെ, ബോഡി രാത്രി എത്തിയിരുന്നോ? ഓ, എന്നിട്ട് ഇപ്പൊ രാവിലെ തന്നെ ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. ഞാനാണെങ്കിൽ നോക്കിയപ്പോ ഒന്നും കണ്ടില്ല. അത് സതീഷ് ഡോക്ടർ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് പിന്നെ അങ്ങനെ പോയി. എന്തായാലും താനുണ്ടാവില്ലേ അവിടെ? ഞാനുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. കുറച്ചങ്ങോട്ട് ഇടങ്ങറാവട്ടെ അവള്. തന്തയും തള്ളിയും കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയിട്ട് ഇങ്ങനെ കണ്ണി കണ്ടവനിക്ക് വേണ്ടിയിട്ട് ചത്തു തൊലയാൻ വേണ്ടിയിട്ട് കുറച്ച് ജന്മങ്ങളുണ്ടല്ലോ. അവരൊക്കെ കുറച്ചിങ്ങനെ പെടഞ്ഞും കഷ്ടപ്പെട്ടൊക്കെ തന്നെ തീരുള്ളൂ. പിന്നെ ആ സാധനങ്ങൾ മേടിക്കുന്ന കൂട്ടത്തിലേ ഒരു 4 തോർത്ത് കൂടെ എക്സ്ട്രാ മേടിച്ചോളാൻ പറ. എന്നിട്ട് നീ ഒരു കാര്യം ചെയ്യേ, ഡോക്ടേഴ്സ് അവിടെ പോയി നോക്കിയിട്ട് ഡോക്ടേഴ്സ് കഴിക്കുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ വിളിച്ചു വരാം. അവര് വരുമ്പോഴത്തേക്കും നീ ആ പെണ്ണിന്റെ വായിലോട്ട് പൈപ്പ് വെച്ചിട്ട് ഉള്ള വിഷത്തിന്റെ എല്ലാം അങ്ങ് അടിച്ചു കളഞ്ഞിട്ടാ. ഒരു ദാക്ഷിണ്യം കാണിക്കണ്ട, കംപ്ലീറ്റ് ക്ലിയർ ആയിരിക്കണം. ഡോക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനും കൂടെ ഞാൻ കേൾക്കേണ്ടി വരും. ഇങ്ങനെയുള്ള നാശങ്ങൾ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിനും കൂടെ നമ്മൾ ഏൽക്കണല്ലോ. അതൊക്കെ മതി, അവിടെ കിടക്കട്ടെ. എന്തായാലും ചത്തുപോയില്ലേ, ജീവൻ രക്ഷിക്കാനൊന്നുമില്ലല്ലോ. അതൊക്കെ മതി. പിന്നെ അപ്പൊ ഇതെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോഴത്തേക്കും ഞാൻ അങ്ങ് എത്തും. എനിക്ക് ആ റൗണ്ട്സും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങ് വരാം. വളർത്തി നോക്കിണ്ടാക്കിയതാ തന്തേം തള്ളിയും ഇമാതിരി പണി കൊടുത്തിട്ട് ഇവറ്റുള്ള പോലെയുള്ളത് ഇങ്ങനത്തെ തൊലയുമ്പോഴേ പാവം ആ മനുഷ്യൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാവും വളർത്തിണ്ടാക്കിണ്ടാവുക. ഇങ്ങനെ ചത്ത തൊലയുന്നവർക്ക് വല്ല ചിന്തയുണ്ടോ അങ്ങനെ എന്തെങ്കിലും? നാശങ്ങള്. നീ എന്തായാലും അത് പോയി ചെയ്യാൻ നോക്ക് വേഗം, കേട്ടാ? ശരി, ഓക്കെ, ഞാൻ പോവാ.